ഒരു ചെറിയ കീർത്തനത്തോടു കൂടി നമുക്ക് തുടങ്ങാം കേട്ടോ. ദാമോദര ലീല എന്ന് പറഞ്ഞിട്ടൊരു ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ആരെങ്കിലും കീർത്തനം പാടോ? തൊണ്ട ഭയങ്കര വേണം. ജയ ഗോപി ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി
वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे जयपताक स्वामिन् इति नामिने नमः आचार्यपादाय नित्याय कृपाप्रदायिने गौरकदादामदाय नगरग्रामतारिणे नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ദാമോദര ലീലയെക്കുറിച്ച് പറയാനാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടോ? ദാമോദരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദാമോദരൻ കുറേ പുതിയ ആൾക്കാരുണ്ട്, ഇസ്കോൺ അല്ലാത്തവർ അല്ലേ. അപ്പോൾ ദാമോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാമം എന്ന് പറഞ്ഞാൽ എന്താ? ധാമം പറഞ്ഞ ഉദരം എന്ന് പറഞ്ഞ വയറിൽ കയറ് കെട്ടിയിട്ടുള്ള ഭഗവാന്റെ രൂപം. യശോദാദേവി ഭഗവാനെ അങ്ങനെ ഉരലിൽ കെട്ടിയിട്ടുള്ള രൂപം, ആ രൂപത്തിന്റെ പേരാണ് ദാമോദരൻ. അപ്പോൾ ഈ മാസം വന്നിട്ട് ദാമോദര മാസം എന്നാണ് അറിയപ്പെടുക. അപ്പൊ നമ്മളൊക്കെ പറയണത് നമ്മുടെ മാസങ്ങളുടെ പേരെന്താ? മലയാളത്തിലാണെങ്കിൽ ചിങ്ങം, കന്നി, തുലാം, ഇംഗ്ലീഷിലാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി. പക്ഷേ നമ്മുടെ സംസ്കൃത കലണ്ടർ പ്രകാരം, വൈഷ്ണവ കലണ്ടർ പ്രകാരം വിഷ്ണുവിന്റെ നാമങ്ങളാണ് മാസങ്ങൾ. എന്താണ്? കേശവമാസം, നാരായണ മാസം, മാധവ മാസം, ഗോവിന്ദ മാസം, അങ്ങനെ 12 നാമങ്ങൾ. ഋഷികേശ മാസം, ശ്രീധര മാസം, അങ്ങനെയൊക്കെയാണ് പേര്. അതിൽ ഈ മാസം ഒക്ടോബർ വന്നിട്ട് ദാമോദര മാസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദാമോദര മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രത്യേക ദിവ്യമായ ലീലകൾ നടന്നിട്ടുള്ള മാസമാണ്. ഇതിന് വേറൊരു പേരുണ്ട്. എന്താ പേര്? കാർത്തിക മാസം എന്നൊരു പേരുണ്ട്. കാർത്തികാ ദേവി എന്ന് പറഞ്ഞ ശ്രീമതി രാധാറാണിയാണ്. അപ്പോൾ രാധാറാണിയുടെ ആ പ്രസൻസ് ഉള്ള മാസവും കൂടിയാണ് ഈ ദാമോദര മാസം. അപ്പോൾ ഒരുപാട് ദിവ്യലീലകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവർദ്ധന ലീല, ദാമോദര ലീല, പിന്നെ രാസലീല, ഇതൊക്കെ നടന്നിട്ടുള്ള മാസം ഈ കാർത്തിക മാസമാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ലീല എന്ന് പറയുന്നത് ഈ ദാമോദര ലീലയാണ്. അപ്പോൾ ദാമോദര ലീല പറയാനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. യശോദ
നന്ദഗോപുരം എന്നൊക്കെ എല്ലാവരും കേട്ടല്ലോ. കൃഷ്ണനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? തൃശ്ശൂരുകാർ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തരാണ് എല്ലാവരും. ബാക്കിയൊന്നും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൽ വീഴും. അങ്ങനെയുള്ളതാണ്. അത് പറയാം, തൃശ്ശൂരുകാരെന്ന് പറയാൻ കാരണം ഞാൻ പാലക്കാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പാലക്കാട് നിന്ന് ഇങ്ങോട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് തൃശ്ശൂർ. അവിടെ ഉള്ളപ്പോൾ എനിക്ക് കൃഷ്ണഭക്തി ഉണ്ടായിരുന്നേ ഇല്ല. തൃശ്ശൂർ വന്നതിന് ശേഷമാണ് ഈ കൃഷ്ണഭക്തി വന്നത്. കാരണം എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ്. അറിയാതെ ഭഗവാൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ശരിക്കും. അപ്പോൾ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും എല്ലാവർക്കും സ്വാധീനം ഈ കൃഷ്ണനോട്. അപ്പോൾ ഈ ലീല പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ യശോദ ദേവി നന്ദഗോപുരി കേട്ടിട്ടുണ്ട് അല്ലേ? അതാരാണ്? യശോദ നന്ദഗോപുരി ഭഗവാന്റെ അച്ഛനും അമ്മയും അല്ലേ? വളർത്തച്ഛനും വളർത്തമ്മയും. പിന്നെ ആരാ ശരിക്കും എവിടെ ആരുടെ മകനായിട്ടാണ് ജനിച്ചത് ഭഗവാൻ? വസുദേവന്റെ. കംസന്റെ ജയിലിൽ നിന്ന് കേട്ടില്ലേ? കംസൻ എന്ന് കേട്ടില്ലേ? ജയില്, മധുരയിലെ ജയിലിലാണ് ഭഗവാൻ ജനിച്ചത്. അവിടെ ആരുടെ മകനായിട്ട് ജനിച്ചത്? ദേവകിയുടെയും വസുദേവരുടെയും. അവിടെ നിന്ന് ജനിച്ചപ്പോൾ തന്നെ രാത്രിയിൽ എങ്ങോട്ട് വന്നു? ഗോകുലത്തേക്ക് വന്നു. അതെന്താ വരാൻ കാരണം? ഭഗവാനെ പേടിച്ചിട്ടാണോ കംസനെ? കുട്ടികൾ ഉത്തരം പറയാൻ പറ്റില്ല, പുതിയ ആൾക്കാരെ പറയാൻ പാടുള്ളൂ. ഇവർക്ക് കാണാപ്പാട് ദിവസം കേട്ടിട്ടേ. എന്തുകൊണ്ടാണ്? ഭഗവാനെ പേടിയുണ്ടാ? കംസനെ പേടിയുണ്ടാ? പക്ഷെ എന്തിനെങ്ങനെ വന്നത് ഗോകുലത്തേക്ക്? അല്ലേ? ഭയം പോലും പേടിക്കും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ. ഭയം, സ്വയം ഭയം രൂപം കൊണ്ട യമൻ കൃഷ്ണന്റെ ആജ്ഞയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ എങ്ങനെ കൃഷ്ണൻ പേടിക്കാം? പക്ഷേ ഈ ദേവകി വസുദേവര് എന്താ പ്രാർത്ഥിച്ചു വെച്ച? തപസ്യ ചെയ്തപ്പോ മുൻ ജന്മങ്ങൾ ഇവർ തപസ് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷനായി. അപ്പൊ എന്താ വേണ്ടത് ചോദിച്ചപ്പോ പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് മകനായി ജനിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തഥാസ്തു, ഭഗവാൻ അനുഗ്രഹിച്ചു. ഇതേപോലെ യശോദയും നന്ദഗോപുരം തപസ് ചെയ്തു. യശോദയും നന്ദഗോപുരം തപസ് ചെയ്തു. യശോദാദേവി നന്ദഗോപുരം തപസ് ചെയ്തിട്ട് എന്താ പ്രാർത്ഥിച്ചേ? ഭഗവാൻ അവരുടെ മുന്നിലും പ്രത്യക്ഷനായി. അവര് 1000 വർഷമൊക്കെയാണ് തപസ് ചെയ്തത്. അപ്പൊ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. അവര് ചോദിച്ചത് ഭഗവാന്റെ ബാല്യലീല ഞങ്ങൾക്ക് ആസ്വദിക്കണമെന്ന്. അപ്പോഴും ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ 2 പേരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അവർക്ക് ജനിക്കാനേ പ്രാർത്ഥിച്ചുള്ളൂ, അപ്പൊ ജനിച്ചു. പക്ഷെ അവർക്ക് മിസ്സായി പോയി അല്ലേ? അവര് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് അല്ലേ? ഇത് ചോദിച്ച് ഇത് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചില്ല അല്ലെ? എല്ലാം ചോദിക്കണം എന്നപ്പോ അല്ലെ? നമ്മൾ ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ ഭഗവാൻ. അവർക്ക് എന്ത് കിട്ടി? കൃഷ്ണൻ ജനിച്ചു. ബാല്യലീല മുഴുവൻ ആസ്വദിച്ച ആരാ? യശോദി നന്ദഗോപുരം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ മായ കൊണ്ട് കളിച്ച് അവിടുന്ന് രാത്രി കൊണ്ടുപോലൊക്കെ ഉണ്ടായത്. അതിന് വേണ്ടല്ലേ? കംസനെയൊക്കെ പേടിയുണ്ടോ അല്ലേ? പൂതനെയൊക്കെ ജനിച്ചപ്പോൾ തന്നെ പൂതനെ കൊന്ന് ശകടാസുരനെയൊക്കെ കുഞ്ഞുകാലുകൊണ്ട് ഒറ്റ തട്ട് തൊട്ടി പൊടിയാക്കിയ ആളാണ് അല്ലേ? ഈ കംസനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ കംസനും കുറച്ച് ടൈമുണ്ട് അല്ലേ? ആ കംസന്റെ മുൻകാല പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് കംസനും കുറച്ചു കാലം നന്നായി ജീവിക്കുമെന്ന് വിധിച്ചിട്ടുണ്ട്. തൽക്കാലം മരണസമയം ആയിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ കുറച്ച് അവിടുത്തെ ലീലകളൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ കൊല്ലാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ അവിടേക്ക് വൃന്ദാവനത്തിലേക്ക് പോയത്, ഗോകുലത്തിലേക്ക്. ഗോകുലം എന്ന് പറയുമ്പോൾ വൃന്ദാവനത്തിൽ ആരൊക്കെ പോയിട്ടുണ്ട്? വൃന്ദാവനം ആരൊക്കെ കേട്ടിട്ടുണ്ട്? വൃന്ദാവനം എന്ന് കേട്ടിട്ടില്ല? പ്രഭു കേട്ടിട്ടില്ല? വൃന്ദാവനം എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയില്ല? എവിടെയാ? യു-പി. നമ്മുടെ ഇവിടുത്തെ വൃന്ദാവനം എന്ന് പറയുന്നത് യു-പിയിൽ ആണ്. അതായത് മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യു-പിയിലെ വൃന്ദാവനത്തിലെത്തും. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിറച്ച് പശുക്കളും വൈക്കോലും ചാണകവും ഈ മണം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സാധാരണ ലോക്കൽ നല്ല രസമാണ്. നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വരും അതിലേ പോകുമ്പോൾ. അവരൊരു ഇടവഴികളും അങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് ഹരേ കൃഷ്ണ കീർത്തനമായിരിക്കും. എല്ലാ വീടുകളിലും ഹാർമോണിയം മൈക്കൊക്കെ ഉണ്ടാവും. ഫുള്ള് കീർത്തനം. അവിടെ രാധേ രാധേ എന്ന് പറയുന്ന ഒച്ചകൾ അത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഏരിയയാണ് വൃന്ദാവനം. എല്ലാവരും സമയം കിട്ടി ഒന്ന് പോകണം അല്ലേ? നമ്മൾ ആകെ മാറിപ്പോവും. ഇവിടുത്തെ ഈ ലോകം പോലെയല്ല അവിടുത്തെ ലോകം. നേരെ ഒരു 10,000 വർഷം മുമ്പ് പോയ പോലെയാണ് അല്ലേ? അവിടുത്തെ രീതികളും റോഡുകളും സംസാര രീതികളും ഒക്കെ അങ്ങനെയാണ്. അവിടെ അങ്ങനെ നമ്മളെപ്പോലത്തെ ഒരു ആൾക്കാരല്ല, കേരളത്തിലെ പോലത്തെ ഒരു ടൈപ്പ് ആളുകളല്ല അവിടെ. വളരെ വളരെ വിനയുള്ള ആളുകളും അല്ലേ? അവർക്ക് ഇങ്ങനെ വേറൊന്നും അറിയില്ല. കൃഷ്ണനെയും രാധേനെയും പശുക്കളെയും മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരാൾക്കാർ. അപ്പൊ അവിടേക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ കൊണ്ടുപോയത്. യശോദയും നന്ദഗോപുരം താമസിക്കുന്ന ഈ വൃന്ദാവനത്തിലെ ഗോകുലത്തിലാണ്. അവിടുത്തെ പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞത്? പശുവാണ് അവരുടെ തൊഴിൽ അല്ലേ? ഈ യശോദയ്ക്കും നന്ദഗോപുരക്കും 9 ലക്ഷം പശുക്കളുണ്ടെന്നാ പറയുക. എത്രയാണ് പശുക്കളുള്ള വീട്? ഇപ്പൊ എവിടെയെങ്കിലും പശുക്കളുണ്ടോ? ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? പണ്ട് ഒരു പശു ഉണ്ടെങ്കിൽ എത്ര ജോലി ഉണ്ടാവും ആലോചിച്ച് നോക്കുക അല്ലേ?
അത്രയും ജോലിയുണ്ട്. അപ്പൊ യശോദ ദേവിക്ക് 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു. വലിയ പണക്കാരായിരുന്നു കേട്ടോ അവര്. നമ്മളെപ്പോലെയൊന്നും അല്ല അവര് സ്വർണം കൊണ്ടൊക്കെ എറിഞ്ഞു കളിക്കണ രീതി. അത്രയ്ക്കും ധനമുള്ള ആൾക്കാരായിരുന്നു 5000 വർഷം മുമ്പുള്ള ഈ വൈശ്യ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വൃന്ദാവനം പോലെയല്ല പണ്ടത്തെ വൃന്ദാവനം. ഇപ്പൊ കലിയുഗമാണ്, എല്ലാവിടെയും അതിൻ്റെതായ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ തലമാറ്റം അവരെല്ലാം ഈ ഗോകുലത്തിൽ ഗോപികമാരായിട്ട് വന്നു. അങ്ങനെയുള്ള ലീലകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ എന്തിനാ ഇവർ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അട്രാക്ട് ചെയ്യാനാണ്. ഈ കൃഷ്ണനും ഈ ഗോപികമാരും ദേവന്മാരും ഇവർ മുഴുവനും പല ടൈപ്പ് ഗോപിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെയാണ്? ഭൂമിയിൽ, ഈ വൃന്ദാവനത്തിൽ. എന്തിനു വേണ്ടാ? നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കണം. നമ്മളെ എങ്ങനെയെങ്കിലും ആൾക്ക് അട്രാക്ട് ചെയ്യണം കൃഷ്ണനിലേക്ക്, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ ലീലകൾ ആഡ് ചെയ്തവർ. അപ്പോൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടം ആരെയാണ് കൂടുതൽ ഇഷ്ടം തുടങ്ങിയിട്ട്, അല്ലേ? അപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ലീലകളായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഗോപിമാർക്ക് മുഴുവൻ യശോദന മകനായിട്ടാണ് ജനിച്ചത്, അല്ലേ? ഇവർക്ക് ഇങ്ങനെ താലോലിക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. ഇവർ വെണ്ണയൊക്കെ ഉണ്ടാക്കി ഒളിപ്പിച്ച് വെക്കും കൃഷ്ണനൊക്കെ കൊടുക്കാനായിട്ട്. കൃഷ്ണന് 3 വയസ്സായപ്പോൾ കൃഷ്ണനും ബലരാമനും എന്താ ലീല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അയൽവക്കത്ത് പോയിട്ട് വെണ്ണ കക്കും. നമ്മളാണെങ്കിൽ എന്താ സംഭവിക്കണമെന്നൊക്കെ പണ്ട് പരാതി പറയും. അപ്പൊ യശോദ പറയും, അതൊന്നും പറയണ്ട, നുണ പറയണ്ട, എന്റെ ഇവിടെ കുട്ടിക്ക് വെണ്ണയില്ലാത്ത ഒരു അവസ്ഥയില്ല, ഞങ്ങൾക്ക് 9 ലക്ഷം പശുക്കളുണ്ട്, നിങ്ങൾക്ക് എത്ര പശു ഉണ്ട് ചോദിക്കും. ഞങ്ങൾക്ക് അത്രയും വെണ്ണയുണ്ട്, അല്ലേ? വെറുതെ കംപ്ലൈന്റ് പറയരുത്, അല്ലേ? അമ്മമാരങ്ങനെയല്ലേ? അങ്ങനെയാണോ? മക്കളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ പെട്ടെന്നൊന്നും സമ്മതിച്ചു കൊടുക്കില്ല, അല്ലേ? അത് അങ്ങനെ നമ്മൾ പറയാം, അതങ്ങനെ ഒരു എന്റെ മോൻ ചെയ്യില്ല, അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയും. ഇതന്നെ യശോദ പറയണത്, അല്ലേ? ഭഗവാനാണല്ലോ, ഞാൻ കട്ടിട്ടേ ഇല്ല വേണ്ട, ഇവര് നോണ പറയണമ്മേ, ഇവർക്ക് എന്നോട് എന്തൊരു അസൂയ അറിയോ? നോണ പറയും. പിടിച്ചിട്ട് കയ്യോടെ പിടികൂട്ടി, നിന്നെ ഇനി ശരിയാക്കി തരാം, നീ ഇനി പറയാൻ നോക്കട്ടെ, സത്യം പറയാൻ നോക്കട്ടെ, പിടിച്ച് യശോദയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ യശോദയുടെ അടുത്ത് പറയാം, യശോദേ വരൂ, ദേ നിന്റെ മകനെ ഞാൻ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്, ഇപ്പൊ നീ സമ്മതിച്ചോട്ടാ പറയും. യശോദ വന്ന് നോക്കുമ്പോൾ യശോദ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ നീ എന്തിനാ ചിരിക്കണേ യശോദയെ ചോദിച്ചു പറയണേ, നിന്റെ മകനെ നീ പിടിച്ചോണ്ട് വന്നിരിക്കണേ, എന്റെ മകനല്ലാന്ന്. നോക്കുമ്പോ ഇത് എന്റെ മകനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ എവിടെ? അപ്പോഴേക്ക് ഉണ്ണിക്കട അടുക്കളയിൽ നിന്ന് പുറത്തേക്ക്. ഇത് എവിടെ എന്താ സംഭവിക്കണം അമ്മേ? അറിയാത്ത പോലെ ഇവിടെ എന്താ സംഭവിക്കണേ? മൊത്തം ഈ ഗോപിയെ നാണം കെട്ടു. ഗോപിയെ തിരിച്ചിനി നാണം കെട്ടിട്ട് തിരിച്ച് അവനാന്റെ മകനെയും കൊണ്ട് തിരിച്ചു പോകും. പകുതി വഴിയെത്തപ്പോ ഒരു സംശയം ഗോപിക്ക്, ഇത് എങ്ങനെയാ കൃഷ്ണൻ എന്റെ മകനായത്? തിരിഞ്ഞു നോക്കും, വീണ്ടും കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ നിൽക്കണ്ട, ഇപ്പൊ മനസ്സിലായി എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുന്നു കൃഷ്ണൻ ചോദിച്ചു. ഇനി എന്നെ കുറിച്ച് പരാതി പറഞ്ഞ നിന്റെ ഭർത്താവായി മാറും ഞാൻ. ഇപ്പൊ ഞാൻ എന്റെ മകനായിട്ടുള്ളൂ, അല്ലെ? ഇനി ഭർത്താവായി മാറും. അങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ. നല്ല രസകരമായ ലീലകളായിരിക്കും. ഈ ഒരെണ്ണം കേട്ടപ്പോ തന്നെ എന്തൊരു സന്തോഷമായിരിക്കും ഭഗവാന്റെ, അല്ലെ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയാത്തത്ര ലീലകള് ഭഗവാന്റെ ആ സമയത്തുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ യശോദനായിട്ട് ഇരിക്കുകയാണ്, വെണ്ണ ഉണ്ടാക്കാനായിട്ട് ഭഗവാന് വേണ്ടിട്ട്. അപ്പൊ വെണ്ണ ഉണ്ടാക്കുന്നതിന് മുമ്പ് യശോദദേവി എന്ത് ചെയ്തു? എന്താ ചെയ്തത്? ഭഗവാന് ഇത്രയും പശുക്കളിൽ നിന്ന് 10 പശുക്കളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രധാനപ്പെട്ട പശുക്കളാണ്. ആ പശുക്കളുടെ പാല് കറന്നെടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കും. പാല് തിളപ്പിക്കില്ലേ? വലിയ അണ്ടാവലിക്കാണ് അവർ തിളപ്പിക്കുക, അത്രയും പാലുണ്ടാവും കേട്ടോ. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് യശോദദേവി തൈര് കടയാനായിട്ട് ഇരിക്കുകയാണ്. തൈര് കടയാൻ ഇരിക്കുമ്പോഴേക്കും ഓർമ്മ വന്നു. ആരെക്കുറിച്ച് ഓർമ്മ വന്നേ? അമ്മമാർക്ക് ആരെക്കുറിച്ച് സദാസമയം ഓർമ്മ ഉണ്ടാവുക? സത്യമല്ല അത് നമുക്ക് സാധാരണ നമുക്ക് പോലും അങ്ങനെയാണ്, അല്ലേ? അപ്പോൾ യശോദദേവിയുടെ കാര്യം ഭഗവാൻ തന്നെ ഉണ്ണിയാണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും? നമ്മൾ സാധാരണ ഉണ്ണികളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും 24 മണിക്കൂറും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ എങ്ങനെ വീഴുണ്ടാവോ, വഴക്കടിക്കുണ്ടാവോ, അല്ലെ? അങ്ങനെയുള്ള ചിന്തകളായിരിക്കും അമ്മമാർക്കും. അപ്പൊ യശോഭം കോടിക്കണക്കിന് കാമദേവന്മാർ തോറ്റുപോന്ന് പറയും ഭഗവാന്റെ ഭംഗിയുടെ മുമ്പിൽ. ചെവി വരെ നീണ്ട കണ്ണുകൾ, അത് വിടർന്ന താമര പോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ട്, അല്ലെ? വില്ലുപ്പഴം പോലെ ചുവന്ന ചുണ്ടുകൾ എന്ന് പറയും. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ടാണ് ചോപ്പിക്കുന്നത്, അല്ല ശരിക്കും ഭഗവാന്റെ ചുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും, അല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ചുവന്ന ചുണ്ടുകളാന്ന് പറയാം. പിന്നെ എങ്ങനെയാ വെച്ചാൽ അദ്ദേഹത്തിന്റെ കഴുത്ത് ശംഖു പോലത്തെ കഴുത്താന്ന് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ കൈ എന്ന് വെച്ചാൽ മുട്ടിന് താഴെയുള്ള കൈകളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ മുടി പങ്കജനാഭായ, നാഭി പങ്കജം പോലെ, താമര പോലെ. പിന്നെ അദ്ദേഹത്തിന്റെ പാദങ്ങളുടെ ഉള്ളം കൈയും ഉള്ളം പാദമൊക്കെ നല്ല ചുവന്ന നിറാന്ന് പറയാം, ഭയങ്കര സോഫ്റ്റ്. അതായത് ഭഗവാൻ വന്നിട്ട് 125 വയസ്സ് ഭഗവാൻ ഉള്ളപ്പോഴും ഭഗവാനെ കാണുമ്പോൾ 16 വയസ്സ് തോന്നില്ല. നവയൗവനം. ഏറ്റവും പുരാണ പുരുഷനാണെങ്കിലും നമ്മൾ കാണുമ്പോൾ 16 വയസ്സ്. പിന്നെ ആനന്ദ പറഞ്ഞ പരമാനന്ദം, അല്ലെ? ബ്ലിസ്ഫുൾ എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പൊ ഈ 3 ചേർന്നിട്ടുള്ളതാണ് ഭഗവാന്റെ ആധ്യാത്മിക ശരീരം. നമ്മുടെ അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മുടെ ഒറിജിനൽ ആധ്യാത്മിക ശരീരം അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും. പക്ഷെ നമ്മൾ ഈ ഭൗതിക ശരീരം എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്, അല്ലെ? അപ്പോൾ ഭഗവാന്റെ നമ്മുടെ ശരീരത്തിന് മാറ്റമില്ല, പക്ഷെ കഴിവിലൊക്കെ വ്യത്യാസമുണ്ട്, അല്ലെ? ഭഗവാൻ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിലാണ് വ്യത്യാസം.
പക്ഷെ ഗുണത്തിൽ ഒരുപോലെയാണെന്നാ പറയാ. ഗുണം എങ്ങനെയാ വെച്ചാൽ നമ്മളും ശാശ്വതരാണ്, നമുക്കും പൂർണ്ണ ജ്ഞാനുണ്ട്, നമുക്കും പരമാനന്ദത്തിലുള്ളവരാണ്, നമുക്കും ജനനമില്ല, മരണമില്ല, രോഗങ്ങളില്ല, വാർദ്ധക്യമില്ല. നല്ല സുഖം കേൾക്കാം അല്ലേ. അതുപോലെയാണ് ഭഗവാന്റെ ശരീരം, സച്ചിത്താനന്ദ സ്വരൂപ. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ രൂപം പറഞ്ഞു, ഭംഗി പറഞ്ഞു. 125 വയസ്സായിട്ടും അദ്ദേഹത്തിന് 16 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് പോലും അദ്ദേഹത്തിനെ തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ 1 വയസ്സുള്ള കുട്ടികളെ തൊടുമ്പോൾ അവർക്ക് ഇങ്ങനെ ചോക്കല്ലേ, മനസ്സിലായി? നമ്മളൊന്ന് തൊടുമ്പോൾ ആ സോഫ്റ്റ് ചർമ്മം, അതുപോലെ ഭഗവാന്റെ ചർമ്മം 125 വയസ്സിൽ അങ്ങനെയാണെന്ന്. അപ്പൊ ഭഗവാന്റെ സൗന്ദര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം എല്ലാം അതീന്ദ്രിയമായ സൗന്ദര്യം. ഇതിങ്ങനെ ആലോചിച്ചിട്ട് യശോദാദേവിക്ക് ഇങ്ങനെ ആനന്ദത്തില്, യശോദാദേവിക്ക് വന്നിട്ട് ഭഗവാനോട് എന്താണ് വാത്സല്യ പ്രേമാണ് അല്ലെ, അമ്മയ്ക്കുള്ള പ്രേമാണ്. അതുകൊണ്ട് തന്നെ യശോദാദേവിക്ക് പാല് ചുരക്കാൻ തുടങ്ങിയെന്ന്. ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇന്നപ്പോ എന്താ സംഭവിച്ച്, പാല് ഈ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അമ്മമാർക്കൊക്കെ തന്നെയേ ഡ്രസ്സൊക്കെ നനയും പാല് പോയിട്ട് അല്ലെ. അതെല്ലാവർക്കും അറിയാം, അമ്മമാർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിപ്പോ യശോദാദേവിക്ക് സംഭവിച്ച് 3 വയസ്സ് വരെ അല്ല. ഭഗവാന് കല്യാണം കഴിഞ്ഞിട്ട് ഭഗവാനെ കാണുമ്പോഴേക്കും യശോദയ്ക്കും ദേവകിക്കും ഒക്കെ പാല് ചുരന്ന് പോകും. വാത്സല്യം, അത് നിറഞ്ഞ വാത്സല്യമാണ് അവർക്ക്. ഇതാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്ക്? യശോദാദേവിക്ക് മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കണ്ണൊക്കെ നിറയണോ, ആനന്ദം കൊണ്ടുള്ളതാണ് കേട്ടോ കണ്ണ് നിറയണം, ഭംഗിയും ഭഗവാന്റെ കുസൃതിയൊക്കെ ആലോചിച്ചിട്ട്. ഇപ്പൊ ഭഗവാന് തോന്നി ഇപ്പൊ നല്ല മൂടാണ് അമ്മയ്ക്ക് അല്ലെ. ഭഗവാൻ എന്താ വെച്ചാൽ ഉണ്ണിയാണെങ്കിൽ അന്തർയാമിയാണല്ലേ, അമ്മയുടെ മൂഡ് ആൾക്ക് മനസ്സിലായി. പുലർച്ചെ 3 മണിക്ക് അവൻ എണീറ്റു, എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് തൈര് കടയണ കൈ പിടിച്ച് നിർത്തി. എന്നിട്ട് എന്താ പറഞ്ഞു? അമ്മേ മതി, ഇനി എനിക്ക് പാല് തരൂ അല്ലേ. അമ്മയുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്താ? മകന് പാല് കൊടുക്കുക അല്ലെ. മക്കളെ ശ്രദ്ധിക്കലാണ് അമ്മയുടെ ആദ്യത്തെ ഡ്യൂട്ടി. അമ്മ അത് ചെയ്തിട്ട് മതി, ബാക്കി ചെയ്യാൻ പറ്റും. അവിടെ തൈര് കടയണ കോലൊക്കെ പിടിച്ചു വെച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ശരി, ഉണ്ണിക്ക് പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ണീനെ മടിയിലിരുത്തി താലോലിച്ച് പാലൊക്കെ കൊടുത്തു. സന്തോഷമായിട്ട് ആനന്ദിക്കണ സമയമാണ്, അമ്മയും കുഞ്ഞും കൂടെ ആനന്ദിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വില്ലൻ കടന്നു വന്നത്. ആരാണ് വില്ലൻ? പാൽ അവിടെ തളച്ച് മറിയാണ്, പൊങ്ങാണ്. ആ ശബ്ദം കേൾക്കുകയാണ് യശോദ. ഈ പാലെന്താ ചെയ്യണ അറിയോ? പാലിന് വിഷമമായിട്ടാണ് ഈ സംഭവിക്കുന്നത്. പാല് ജനിച്ചതേ ഭഗവാന് കുടിക്കാലോ, ഞങ്ങളെ ഭഗവാൻ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ആ സമയത്താണ് ഇവിടെ കൃഷ്ണൻ എന്താ ചെയ്യണത്? യശോദ ദേവിയുടെ പാല് കുടിക്കുകയാണ്. അപ്പൊ പാല് ആത്മഹത്യ ചെയ്യണമെന്നാ പറയണത് അല്ലെ. കവി ഭാവന അത്രയ്ക്ക് അങ്ങനെയാണ്. പാല് വന്നിട്ട് എന്റെ കൃഷ്ണൻ ഞങ്ങളെ ഉപയോഗിക്കണില്ലല്ലോ, ഇനി ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളതെന്ന് പറഞ്ഞിട്ട് അടുപ്പിലേക്ക് വേണം ആത്മഹത്യ ചെയ്യണത്. അതാണ് ഈ ശബ്ദം വരണത്, തളച്ച് മറിയണത്. അപ്പൊ യശോദ ദേവി ഈ സൗണ്ട് കേട്ടപ്പം ഉണ്ണീനെ അവിടെ കിടത്തിയിട്ട് പാലിറക്കി വെക്കാനായിട്ട് പോയി. ഉണ്ണിക്ക് ഏത് നേരം ക്ലാസ്, ഏത് നേരം എന്നെ ശ്രദ്ധിക്കാനേ സമയമില്ല. 24 മണിക്കൂർ ശ്രദ്ധിച്ചാൽ അവര് വിചാരം എന്താ, അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഉണ്ണിക്കണ്ണൻ എന്താ പറയണത്, അമ്മയ്ക്ക് അല്ലെ എന്നേക്കാളും വലുതിപ്പോ പാലാണല്ലോ, ശരി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് അവിടുത്തെ വെണ്ണക്കുടവും തൈരുകൂടം ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന പറയണത്. അപ്പൊ ഫുൾ അവിടെ ഹോള് മുഴുവൻ എന്തായി, വെണ്ണ തൈര് പാല് കൊണ്ടൊക്കെ നിറഞ്ഞ്. ഭഗവാൻ എന്നിട്ടും ദേഷ്യം മാറിയിട്ടില്ല. അവിടെ കുറെ വെണ്ണ എടുത്ത് കഴിക്കും, എന്നിട്ടും ദേഷ്യം മാറില്ല. അമ്മോട് ദേഷ്യം മാറണ്ടേ, അവന് ചവിട്ടി ഇങ്ങനെ അവിടെ നിന്ന് പോയി. അപ്പൊ ആ വെണ്ണയൊക്കെ ചവിട്ടി ആ കാലുകൊണ്ട് അവിടെയൊക്കെ ചവിട്ടി അങ്ങനെ പോയി. അപ്പുറത്ത് പോയപ്പോ അവിടെ മുകളില് ഉറിയില്ലേ, ഉറി ഒരല് മറിച്ചിട്ട് അതിന്റെ മേലെ കയറിയിട്ട് ആ ഉറിന്ന് വെണ്ണ എടുത്തിട്ട് കുറെ കഴിച്ചു. പിന്നെ കുറെ ഫ്രണ്ട്സിനേക്ക് വിളിച്ചു. ആരാണ് ഫ്രണ്ട്സ്? കൊരങ്ങന്മാര്. വൃന്ദാവനത്തിൽ പോയാൽ അറിയാം ഭഗവാന്റെ ഫ്രണ്ട്സിനെ കുറിച്ച്. കൊരങ്ങന്മാരെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല അല്ലെ. കണ്ണട ഇട്ടിട്ട് പോണവർ സൂക്ഷിക്കുക, കണ്ണട പിടിച്ച് വരച്ച് കൊണ്ടുപോകും. മൊബൈല് കൊണ്ടുപോകും. ഇപ്പൊ ഡിജിറ്റൽ ആയതുകൊണ്ട്, ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് കണ്ണടയും മൊബൈലാണ്. രാധയെ മാത്രമേ അവർക്ക് പേടിയുള്ളൂ. നിങ്ങളിത് പരീക്ഷ നോക്കിയോട്ടോ. രാധേ എന്ന് വിളിച്ച കൊരങ്ങന്മാർ നമ്മുടെ അടുത്ത് ഓടിപ്പോവും. കൃഷ്ണ വിളിച്ചിട്ട് കാര്യമില്ല, അവിടെ കൃഷ്ണ യാതൊരു വിലയില്ല വൃന്ദാവനത്തില്. അവളെ രാധാറാണിയാണ് അല്ലെ. കൃഷ്ണന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സഖിയായിട്ടുള്ള രാധയാണ് അവിടെ വൃന്ദാവനം ഭരിക്കുന്നത്. ഭഗവാൻ വിട്ടുകൊടുത്തിരിക്കുക രാധാറാണിക്ക് ആ വ്രജം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വ്രജത്തിന്റെ ഈശ്വരി, വ്രജേശ്വരി ആരാണ്? ശ്രീമതി രാധാറാണി. അപ്പൊ രാധേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം ഒരു പ്രശ്നം കുരങ്ങന്മാരൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉറപ്പാണ് എല്ലാവർക്കും ഉണ്ടാവും. പിടിച്ച് വലിച്ച് വീഴ്ത്തിയിടും, മാന്തൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ പേർക്കും. അപ്പൊ ആ കുരങ്ങന്മാർക്കും തത്തകൾക്കൊക്കെ വെണ്ണ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യശോദ ഇങ്ങനെ വരുന്നത്. അടുപ്പത്തുനിന്നല്ലേ ഇറക്കി വെച്ച് ഇങ്ങനെ വരികയാണ്. വരുമ്പോ ഹോളിൽ എന്താ കാണുക? നമ്മളെന്താ ചെയ്യാം, അത് ശീപമാജി ഒരു മയിൽപ്പീലി തണ്ട് അതും കൊണ്ട് വരികയാണ് യശോദ അടിക്കാനായിട്ട്. ഭഗവാനെ തെരഞ്ഞു വരികയാണ്. തെരയുമ്പോൾ കുഞ്ഞു കാലടിപ്പാടുകളുണ്ട്. അതിങ്ങനെ നോക്കി വന്നപ്പോ അപ്പുറത്ത് നിൽക്കണ്ട്, വെണ്ണ കൊടുക്കണ്ട്, ഒരാൾ ഇങ്ങോട്ട് നോക്കണ്ട്. വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ, അമ്മ അടിക്കുന്നുള്ള പേടി ഉണ്ടാവും. എന്നാൽ ചെയ്യും വേണം. അങ്ങനെ നോക്കിയിട്ട് ഭഗവാൻ വെണ്ണ കൊടുക്കണുണ്ടോ. അമ്മ വരണത് ആദ്യം കണ്ടത് ആരറിയോ? പ്രായത്തിന്റെ ഒരു കാര്യമുണ്ട്, പിന്നെ വണ്ണമുണ്ട്. അപ്പൊ ഓടിയിട്ട് ഒപ്പം എത്തണില്ല കൃഷ്ണന്റെ.
കിതയ്ക്കാൻ തുടങ്ങി, വേർക്കാൻ തുടങ്ങി. യശോദ തലയിൽ വെച്ച പൂക്കളൊക്കെ താഴെ വീണു അല്ലേ. ഇനി ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. യശോദയ്ക്ക് പിടിക്കാൻ കിട്ടില്ല. നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ ആ വാശി തീർക്കണം. നമുക്ക് ദേഷ്യം വന്ന് അടി കൊടുത്താലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇല്ലാണ്ടാവും നമുക്ക് ദേഷ്യമല്ലേ. ഈ യശോദ ആ ദേഷ്യം പിടിക്കാനും കിട്ടില്ല. ആ ദേഷ്യം വന്ന് നാരായണ ഈ കുട്ടീനെ എനിക്ക് പിടിക്കാൻ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ സദാ ഈ നാരായണ നാമൊക്കെയാണ് അവരുടെ. നമ്മളെപ്പോലെയുള്ള വർത്താനല്ലല്ലോ അവിടെ. ആ വ്രതത്തിൽ മുഴുവൻ നാരായണനും കൃഷ്ണനും മാത്രമേ ശബ്ദം വരുള്ളൂ അവർക്ക്. നാരായണ അല്ലെങ്കിൽ രാധേ രാധേ അല്ലേ, ഇങ്ങനെയാണ് വിളി. അപ്പോൾ നാരായണ എന്ന് വിളിച്ചപ്പോൾ ആര് വിളി കേട്ടു? നാരായണൻ. കൃഷ്ണൻ തന്നെയല്ലേ നാരായണൻ, അതിൽ സംശയമില്ലല്ലോ. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ നാരായണന്മാരുടെയും മൂല സ്രോതസ് അഹം സർവസ്യ പ്രഭവോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഉറവിടം. എല്ലാ നാരായണന്മാരും എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നുള്ള വിസ്തരണമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യ വിസ്തരണമാണ് ബലരാമൻ. ബലരാമൻ പറഞ്ഞ നേരെ ഓടിക്കണമെന്നുണ്ട്. പിടി കൊടുക്കാന്ന് വെച്ചിട്ട് പിടി കൊടുത്ത ഉടനെ യശോദ എന്ത് ചെയ്തിട്ടുണ്ടാവും അല്ലെ? വടിയെടുത്ത് ഓങ്ങി അടിക്കാൻ. ഓങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടി കിട്ടാതിരിക്കാനുള്ള ഒരു ഐഡിയ എന്താ? ആദ്യം കറിയാ. അടി കിട്ടിയ എങ്ങനെ കറിയാം? അതുപോലെ ആദ്യം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടി കിട്ടില്ല അല്ലെ. കൃഷ്ണ ഭഗവാൻ ആദ്യം അവിടെ നിന്നാണ് ഈ ടെക്നിക്കൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. കൃഷ്ണ ഭഗവാൻ അതുപോലെ കരഞ്ഞു. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓടി കരഞ്ഞു കളഞ്ഞു. എന്നാലും യശോദയ്ക്ക് ദേഷ്യങ്ങൾ തീർന്നിട്ടില്ല. എന്തെങ്കിലും പിന്നെ ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കണം അല്ലേ കുറച്ച്. അതിന് വേണ്ടി യശോദ വിചാരിച്ചു പിന്നെ ഒന്ന് കെട്ടിയിടാന്ന് വിചാരിച്ചിട്ട് ഒരല് കെട്ടി വെക്കാനാണ് തീരുമാനിക്കണം. അപ്പോൾ കൈ പിടിച്ച് ഉണ്ണിക്കണ്ണൻ പിന്നാലെ പോണ്ടാമ്മയുടെ ആ രംഗം നല്ല രസമായിരിക്കും പിന്നാലെ പോണത്. അപ്പോൾ യശോദ ദേവി മറ്റേ കയറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണ്ണിക്കണ്ണനെ ഒരലിൽ വെച്ചിട്ട് കെട്ടാൻ ശ്രമിച്ചപ്പോൾ കെട്ടാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2 വിരലിൻ്റെ നീളം അത് കെട്ടാൻ എത്തണില്ല കയറ്. അപ്പോൾ യശോദദേവി വീണ്ടും കയറുകൾ കൊണ്ടുവന്നു കെട്ടാൻ നോക്കി, കെട്ടാൻ പറ്റുന്നില്ല. പിന്നെയും കയറെടുത്ത് അത് ഒരുപാട് തവണ ഇതുപോലെ പരിശ്രമിച്ചു, പക്ഷെ കെട്ടാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കെട്ടാൻ പറ്റാത്തത്? 2 അങ്കുലം കുറവാണെന്ന് മനസ്സിലായി. എന്താണ് ഈ ഭഗവാൻ ഉണ്ണിക്കണ്ണ കെട്ടാൻ പറ്റും? നിങ്ങളാണെങ്കിൽ പെട്ടെന്ന് കെട്ടിക്കൂടെ? അതെന്താ 2 അങ്കുലം നിങ്ങൾക്ക് കുറവ് വരില്ല? പക്ഷെ ഭഗവാന്റെ വയറ് പറഞ്ഞ എന്താണ്? ഉദരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ റെസ്റ്റ് ചെയ്യണ വയറാണ് അല്ലെ. അതായത് പ്രപഞ്ചം തന്നെ കാരണോദകശായ വിഷ്ണു ആയിട്ട് പ്രപഞ്ചത്തിലേക്ക് നിറഞ്ഞു കിടക്കണ ആരാണ്? ഭഗവാനാണ്. ഈ നമ്മളെ ഓരോ പ്രപഞ്ചത്തിലും ആ ഗർഭോദകശായ വിഷ്ണുവായിട്ട് പകുതി മുഴുവനും ആ ഭഗവാന്റെ വേർപ്പിനാൽ പകുതി പ്രപഞ്ചം നിറച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് ശയിക്കണ ആരാണ്? ഈ ഭഗവാന്റെ ഉദരത്തിലാണ് കംപ്ലീറ്റ് കാര്യം അല്ലേ. എല്ലാ ജീവജാലം റെസ്റ്റ് ചെയ്യണം. ആ വയറിനെ യശോദയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെയാണ് വരുന്നത്. എനിക്ക് കെട്ടാനും പറ്റില്ല, ഇത് എന്ത് പറ്റി മറിയുമായല്ലേ നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യശോദ ദേവി പറഞ്ഞപ്പോൾ ഭഗവാൻ തോന്നി അല്ലേ. നാരായണ വിളിച്ച പിന്നെ ഭഗവാൻ ഒന്ന് ശരിയാ ഒന്ന് വയറ് അയഞ്ഞു കൊടുത്തു. കെട്ടിക്കോട്ടമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടാ അല്ലേ. ഈ പ്രപഞ്ചത്തില് യോഗിമാരെന്തിനാ തപസ് ചെയ്യണം? പല തരത്തിൽ ഭക്തിമാർഗം നമുക്ക് കാണാം. കുറി ഇങ്ങനെ ഇട്ടിട്ട് കുറെ പേര് പരബ്രഹ്മ ഉണ്ണിയുടെ രൂപത്തിൽ ഇവിടെ ഓടുകയാണ് യശോദര കൂടെ അല്ലെ. അതേപോലെ ഇവിടെ കേരളത്തിലുണ്ട് ഒരു അമ്മ, കുറൂരമ്മ അല്ലെ. കുറൂരമ്മ യശോദയെ പോലെ തന്നെയാണ്. കുറൂരമ്മയുടെ വീട്ടിലും ഇതുപോലെ ഭഗവാൻ ഓടിക്കളിച്ചിട്ടുണ്ട്. കുറൂരമ്മ പറയണതൊക്കെ അനുസരിക്കുമായിരുന്നു. പൂക്കളൊക്കെ കൊണ്ടുവരുമായിരുന്നു ഗുരുവായൂരപ്പൻ. പിന്നെ പൂന്താനം ഇതൊക്കെ നമുക്ക് അതേ കെട്ടിയിടണമെന്ന് പറഞ്ഞിട്ട് നാരദൻ നോക്കുകയാണ്. പക്ഷെ ഇത് സ്വന്തം അമ്മയാണേ. നിങ്ങളെന്തോ പരബ്രഹ്മോ യോഗിയോ എന്തോ പറയുന്നത് എൻ്റെ മോനാണ് യശോദ അങ്ങനെ പറയല്ലേ. എൻ്റെ മകനാണ്. ആ ഭാവം നമുക്ക് വരേണ്ടത് അല്ലേ. എൻ്റെ കൃഷ്ണനാണ്. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ വീട്ടിലുണ്ടാവും. ഈ നമ്മൾ അങ്ങനെ വലിയ സ്റ്റൈലില് അല്ലേ പുരുഷ സുഹൃത്തൊക്കെ ചൊല്ലി ഒന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഭഗവാൻ അകന്ന് നിൽക്കും. ഇവര് വലിയ സ്ലോങ്ങളൊക്കെ ചൊല്ലണ്ടേ, എനിക്ക് വേണ്ട അവരെയൊന്നും അല്ലേ. ഉണ്ണി സിനിമയൊക്കെ കണ്ടിട്ടേ ഒരു തെറ്റിദ്ധാരണയാണ് ആൾക്കാർ, പണിയില്ലാത്തവർക്കാണ് ഈ ഭക്തി എന്നുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ. പക്ഷെ ഞങ്ങൾക്ക് നേരെ ഇല്ല. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, ജോലിയുള്ളവർക്ക് ജോലി, ഞാൻ ട്യൂഷൻ എടുക്കണം, അതും നോക്കണം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഭക്തിയുടെ കാര്യങ്ങൾ നോക്കണം. ദാമോദരാരതി ഡെയിലി 2 നേരം. ഇന്ന് രാവിലെ ഗുരുവായൂരായിരുന്നു ദാമോദരാരതി. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരിൽ വീട്ടിൽ എല്ലാം ചെയ്യണം അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റും ഇല്ലാത്ത ആൾക്കാരാണ് ഭക്തന്മാർ. ഇത് സത്യത്തിൽ അറിയാഞ്ഞിട്ട്, ഇവരുടെ ഒറിജിനാലിറ്റി അറിയാഞ്ഞിട്ട് ആൾക്കാർ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണ പാടില്ല. ഇനി കപടഭക്തരുണ്ടാവും കേട്ടോ, അതെ അവരെല്ലാം ഞാൻ പറയണേ. ഇതൊരു മറയാക്കിയിട്ട് ഇതിൻ്റെ പേരിൽ ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ യഥാർത്ഥ ഭക്തർ അങ്ങനെയല്ല. അവർക്ക് ഒരു സമയം ഉണ്ടാവില്ല. യശോദ ദേവിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അവിടെ അങ്ങനെ പശുവിനെ കറന്നിട്ട് അവിടെ പാൽ അവിടെ കിടക്കണം, തൈര് അവിടെ കിടക്കണം, ചാണകം അവിടെ കിടക്കണം, മുളകൊക്കെ ഉണക്കാണ്ടിട്ടുണ്ട് അവിടെ അല്ലേ, ഗോതമ്പ് ഉണക്കായിട്ടുണ്ട്. ഇവർക്ക് കൃഷിയല്ലേ, കൃഷിയും ഗോരക്ഷ. ദാസിമാരെ വിളിച്ച് ആ ചീത്ത പറയണ്ട ചീത്തകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ഉണ്ണീൻ്റെ അടുത്ത് വഴക്കൂടി അതിന് ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ഭക്തരെങ്ങനെയാണ്, അവർക്ക് സമയമില്ല. അപ്പോൾ യശോദ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഭഗവാൻ അവിടെ 3 വയസ്സുള്ള കുട്ടി ഇതുണ്ട്. ഒരു സമയം ഇവർ വെറുതെ ഇരിക്കില്ല.
ബോറടിച്ചു കൃഷ്ണൻ. ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിച്ചു. കുറെ നേരെ ഈ കെട്ടിയിട്ട് നിൽക്കണ്. കുറെ ഇങ്ങോട്ട് നോക്കും, കുറെ ഇങ്ങോട്ട് നോക്കും. അപ്പൊ കൃഷ്ണന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നു, ഉണ്ണിക്കണ്ണ വരൂ കളിക്കാൻ വരും. ഇല്ല, ഇത് കെട്ടഴിക്കണ്ടേ, നിവൃത്തിയില്ല എന്ന് പറയും. ഞങ്ങൾ അയച്ചേനെ, വേണ്ട. അവർക്കും പേടി. യശോദ ഇന്ന് എല്ലാവർക്കും തല്ലു കിട്ടും. അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് പോരല്ലേ. അപ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കണം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെ ഒരു ഐഡിയ ഇട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരല് വലിച്ചങ്ങോട്ട് പോകാന്ന് വെച്ചിട്ട് ഒരലിനെ തട്ടിയിട്ടു. വെലങ്ങനെ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇങ്ങനെ നീളത്തിൽ തട്ടിയിട്ടിട്ട് അതും വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ വലിച്ച് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പോണ വഴിക്കാണ് 2 മരങ്ങൾ നിൽക്കുന്നുണ്ട് അവന്റെ മുറ്റത്ത്. കൃഷ്ണൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്ന ആ മരങ്ങളിനെ. അതൊരു ഉണ്ണിയല്ലേ, 3 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ടാണ് വലിയ ശ്രദ്ധ കൊടുക്കാത്തത്. ആ 2 മരങ്ങൾ ഒരുപാട് പഴക്കമുണ്ട്. ആ മരങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വഴിയുണ്ട് അല്ലേ. നിറയെ വഴിയുണ്ടെങ്കിലും കുട്ടികൾ അതിൽ കൂടെ ആയിരിക്കും കിടക്കുക. ഈ ഇടയിൽ കൂടെ കിടക്കുക. അതല്ല അവർ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അതന്നെയാണ് ഉണ്ണിക്കണ്ണന് അപ്പുറത്തുകൂടെയൊക്കെ വഴിയുണ്ട്. പക്ഷെ ഇത് കൂടെ കിടക്കാൻ ഒരു ത്രില്ലായിട്ട് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കിടന്നു. പക്ഷെ ഒരല് വരുന്നില്ല. അപ്പൊ ശക്തമായിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ ബലം ഉപയോഗിച്ചു അല്ലെ. കുറെ വലിച്ചിട്ട് വരുന്നില്ല. അപ്പൊ ശരിക്കും ഭഗവാൻ കൃഷ്ണൻ തന്നെയല്ല, അദ്ദേഹം വലിച്ചപ്പോ 2 മരങ്ങളും കടപുഴങ്ങി വീണു. ഈ 2 മരങ്ങളിൽ നിന്ന് അഗ്നിശോഭയോട് കൂടിയിട്ട് 2 ദേവന്മാര് പുറത്തു വന്നു. ആ ദേവന്മാർ ആരാന്നറിയോ? മണിഗ്രീവൻ. അതായത് ആരുടെ മക്കളാ? ഇവര് കിട്ടിയില്ല എല്ലാ ആൻസർ. ദേവലോകത്തെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്ത ഭംഗിയായിരുന്നു രാവണൻ. ആ സ്ത്രീ വിഷയം കാരണം നശിച്ചു പോയതാ. അത്രയും സുന്ദരനായിരുന്നു രാവണൻ, ഒരു വലിയ അസുരൻ. അതുപോലെയാണ് നമ്മുടെ ഈ ഇവരൊക്കെ. കുബേരൻ എന്നുള്ള അതിസുന്ദരനാണ്. അദ്ദേഹം ഒരു ഗന്ധർവനാണ്, യക്ഷനാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് ആര്? ഈ 2 മക്കൾ, നളകൂബരനും മണിഗ്രീവനും. അവരാണ് ഈ മരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന അഗ്നിശോഭയുള്ള. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ സ്വന്തം ബോഡിയല്ലാന്ന്. നമ്മുടെ ഒറിജിനൽ ബോഡിക്ക് മരണമില്ല, ജനനമില്ല, രോഗങ്ങൾ വരില്ല, വാർദ്ധക്യമില്ല. സദാ ആനന്ദത്തിലുള്ളതാണ്. എല്ലാ അറിവുള്ളതാണ് നമ്മുടെ ബോഡിക്ക്. നമ്മുടെ ആത്മീയ ശരീരത്തിന് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ സംഭവിക്കണം. എന്താ കാരണം? നമ്മൾ കൃത്രിമമായിട്ട് നമ്മുടേതല്ലാത്തൊരു ശരീരമാണ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതന്നെയാണ് ഇവര് സ്വീകരിച്ചിരിക്കുന്നത്. മരങ്ങളായിട്ട്, ചെടികൊടികളായിട്ട്, പാമ്പുകളായിട്ട്, മനുഷ്യരാണ് ഇവർക്കും. ഇവർക്ക് പക്ഷെ ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ദേവലോകത്ത് ഇത്രയും സൗന്ദര്യവും അതുപോലെ വലിയ പൈസക്കാരുമാണ് ഇവർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു, ബോധക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ മദ്യത്തിൽ ആസക്തരായിരുന്നു. മാത്രമല്ല ഇവർ സ്ത്രീജനങ്ങളിലും ആസക്തരായിരുന്നു. അപ്പോൾ ഒരു ദിവസം ത്രിസന്ധ്യാസമയത്ത് ദേവലോകത്തിൽ ഒഴുകുന്ന ഗംഗാ നദിയാണ് അളകനന്ദ. ഇതിലിവര് ഈ സ്ത്രീകളും ഇവരൊക്കെ കുളിച്ച് വസ്ത്രമൊക്കെ ഇല്ലാതെ ഇങ്ങനെ നദീനെ അടിച്ച് ബുദ്ധിമുട്ടിച്ച് അവർ കുളിക്കുകയായിരുന്നു. അപ്പൊ ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ വിളക്കൊക്കെ വെച്ച് നാമം ജപിക്കുന്ന സമയമാണ്. എല്ലാം അനുഗ്രഹിച്ചിട്ട് പോകും. ഈ നാമം ജപിക്കാണ്ട് സീരിയലൊക്കെ കാണുന്ന വീടുകൾ ഉണ്ടാവില്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്? നാമം ജപിക്കുന്ന സമയത്ത് സീരിയൽ, വാർത്ത അതൊക്കെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭൂതഗണങ്ങളെ കയറ്റിവിടുന്ന പറയുന്നത്. ശിവന്റെ ഭൂതഗണങ്ങൾ, നന്ദി വൃങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കയറി എന്താ ഉണ്ടാവുക? ഭൂതഗണങ്ങൾ വീട്ടിൽ കയറി എന്താ ഉണ്ടാവുക? കലഹം, കാപട്യം, തല്ലൂടും, വഴക്ക്, ആവശ്യമില്ലാത്തതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ തന്നെ അറിയാം. നമ്മൾ തന്നെയാണത് ചെയ്തു തോന്നും അല്ലേ? ശരിക്കും നമ്മളല്ല ചെയ്തിരിക്കുന്നത്. അവർ കയറണാണ്. നെഗറ്റീവ് എനർജി നമ്മുടെ മേലെ കയറുമ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് ത്രിസന്ധ്യാ സമയത്ത് എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ത്രിസന്ധ്യാ സമയത്ത് ചെയ്ത പരിപാടിയാണ് മദ്യപിച്ച് ലഹരി കെട്ട് സ്ത്രീകളുമായിട്ട് അല്ലെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് അങ്ങനെ വെള്ളത്തിന് കേടുവരുത്തി. ഈ നമ്മുടെ പുണ്യ നദികളാണ് ഗംഗ, യമുന, പിന്നെ ഇവിടെ പമ്പ അല്ലെ, നമ്മുടെ പമ്പയൊക്കെ. ഈ നദികളിൽ നമ്മൾ നഗ്നരായിട്ട് കുളിക്കാൻ പാടില്ല, തുപ്പാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു നിയമമാണ്. പുണ്യ നദികൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ദോഷവും ശാപവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇവരെന്താ ചെയ്യണത്? വസ്ത്രം കഴിച്ചു വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിലെ രാജാക്കന്മാർ, സിംഹം, ഭയങ്കര ശക്തി, എല്ലാം വേണ്ടാത്തം ചെയ്യും. ദേഷ്യം വന്ന പാത്രമൊക്കെ എടുത്ത് കളയും അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. രാവിലെ എനിക്ക് കഴിഞ്ഞ് ലഹരി ഇറങ്ങുമ്പോൾ ഇതുപോലൊരു പാവം വേറെ ഉണ്ടാവില്ല. അതായത് മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ ബോധം ഇല്ലാണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ മോശമായി പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയല്ല അല്ലേ. ഈ ശ്രേഷ്ഠ ജനങ്ങള് ആചരതി ശ്രേഷ്ഠ ലോകസ്തന വർത്തത എന്ന് പറയും. എന്താണോ ശ്രേഷ്ഠ ജനങ്ങള് ആചരിക്കുന്നത് അത് ലോകം അനുവർത്തിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ സമൂഹത്തിലെ ഉയർന്ന ആൾക്കാര് ഹരേ കൃഷ്ണ വെളുത്ത ഷർട്ടിട്ട് നടക്കുന്നത് കാണാം. സത്യല്ലേ അല്ലേ? ഇവർക്ക് സിനിമാ നടന്മാരൊന്നും അറിയില്ല. സത്യം ചെറിയ കുട്ടികളല്ലേ. നമ്മളിതൊക്കെ കണ്ടില്ലോണ്ട് അറിയാം. ഏതൊരു ഫിലിം ഇറങ്ങിയപ്പോൾ കുറെ ചെറുപ്പക്കാർ വെളുത്ത ഷർട്ടും ഇവിടെ ഒരു എന്ത് ചെയ്യുന്നു അത് ലോകം ആചരിക്കുന്നതാണ് പറയണത്. അപ്പോൾ ദേവർഷി നാരദൻ വിചാരിച്ചു ഈ ശ്രേഷ്ഠ ജനങ്ങൾ ഇങ്ങനെ മോശമായി പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്തുടർന്നവർ മോശമാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവർക്കൊരു ശാപം കൊടുത്ത് ഇവരെ നന്നാക്കാന്ന് വിചാരിച്ചിട്ട് കഴിയാറായിട്ടാ 10 മിനിറ്റ് കൂടെ ഉള്ളൂ.
അപ്പൊ ശാപം കിട്ടിയപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്. ആർക്കാ ബോധം വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കട്ടെ? ആർക്കാ ബോധം വന്ന്? ബാക്കിൽ നിന്നാണ് ആൻസർ കിട്ടേണ്ടത്. നിങ്ങൾക്കല്ലേ, ഇവര് 24 മണിക്കൂർ ഈ കഥയാണ്. ആർക്കപ്പോ ബോധം വന്ന് ശാപം കിട്ടിയപ്പോ? കുബേരപുത്രന്മാർക്ക്. അമ്മ നന്നായി ശ്രദ്ധിക്കണ്ടേ? കുബേരപുത്രന്മാരായി നിന്നു അല്ലെ? എന്ന് നന്ദഗോപര് വരുന്നുള്ള സത്യയുഗത്തിലാണ് ഈ ശാപം നടന്നിരിക്കുന്നത്. ഇവർ എത്ര വർഷം വെയിറ്റ് ചെയ്യണ്? നമ്മൾ 1 വർഷം കഴിയുമ്പോഴേക്കും ഭഗവാനെ കണ്ടില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല വേണ്ട പോകും അല്ലെ? 36,000 വർഷം ജപിച്ചിട്ടാണ് അവർക്ക് കൃഷ്ണനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റിയത്. നമുക്ക് കാണാൻ പറ്റുമോ ഫേസ് ടു ഫേസ്? തീർച്ചയായിട്ടും പറ്റും. അവരോട് വെറുപ്പുമില്ല അല്ലെ? പിന്നെ എന്താണ്, നമുക്ക് ആരോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റില്ല, എന്നാൽ ഡിറ്റാച്ച്മെന്റും ഇല്ല. ഒരവസ്ഥ വരും, നമ്മൾ ജപിച്ച് 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 നമുക്കൊരവസ്ഥ വരും. അതാണ് വെണ്ണ പോലെ നമ്മുടെ ഹൃദയാവുക. പെട്ടെന്ന് പറ്റില്ല കേട്ടോ. ഇപ്പൊ ജപിച്ചാൽ ഇപ്പൊ നമ്മൾ തെറ്റൊക്കെ ചെയ്യും. എന്നിട്ട് നേടാൻ പരിശ്രമം വേണോ വേണ്ടേ? വെറുതെ ഇരുന്ന വല്ലതും കിട്ടുമോ? കവിത മാതാജി, വെറുതെ ഇരുന്ന ജോലി കിട്ടുമോ? സാലറി കിട്ടുമോ? ഇല്ല, പരിശ്രമം വേണം അല്ലേ? എന്തിപ്പോൾ IAS ആവാനായാലും അല്ലെ, എന്ത് ജോലി ആവാനായാലും നമുക്ക് പരിശ്രമം വേണം. പരിശ്രമിച്ചവർക്കൊക്കെ എല്ലാം കിട്ടുമോ? എന്നാ പിന്നെ പരിശ്രമിച്ചാൽ പോരെ? എത്രയോ പേര് പരിശ്രമിക്കണ്ടേ, എല്ലാവർക്കും കിട്ടില്ല. ഭഗവാന്റെ കൃപയും കൂടി ഉണ്ടാവും. അതാണ് 2 അങ്കുലം. 1 പരിശ്രമം, 2 കൃപ. അത് ഭൗതിക കാര്യത്തിന് മാത്രമല്ല, ആധ്യാത്മിക കാര്യങ്ങൾ നേടാനും കൃഷ്ണനെ കിട്ടാനും പരിശ്രമിക്കണം. അതല്ലേ ഞങ്ങളിങ്ങനെ നടക്കണേ അല്ലെ? ഓരോ വീട് തോറും നടന്ന് തൊണ്ടവേനയായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, കൃഷ്ണനെ കിട്ടണം അല്ലെ? കൃഷ്ണനെ നമ്മുടെ സ്വന്തമാക്കണം. അതിന് ഭഗവാൻ നമ്മൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അനുഗ്രഹിക്കട്ടെ ഉണ്ട്. കുറെ ദിവസമായി സുസ്മിതമാജി നടക്കണം, പാവം, അതിന് കൃഷ്ണ ദർശനം കൊടുക്കാന്ന് കൃഷ്ണന് തോന്നണം. തോന്നിപ്പിക്കാനാണ് നമ്മൾ ഈ പരിശ്രമിക്കുന്നത് അല്ലെ? നമ്മൾ പരിശ്രമിക്കുമ്പോൾ കൃഷ്ണ ഭഗവാൻ നമുക്കും ഭഗവാൻ ഇവിടെ നിന്ന് പോണോ പോണ്ടേ? ഇവിടെ തന്നെ സ്ഥിരമായി ജീവിക്കുന്ന ആഗ്രഹമുള്ളവരൊന്ന് കൈപോക്കിക്കോ. ആർക്കും ഇരിക്കണ്ട. ഇതേ ഭാര്യ, ഇതേ കുട്ടികൾ, ഇതേ അമ്മായിമ്മ, അതിന് കണ്ണട കൊടുത്ത് AC കൊടുത്ത് കൂളർ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന് വെള്ളം കിട്ടിയാലേ അത് ജീവിക്കുള്ളൂ. അതുപോലെ നമുക്കിവിടെ നല്ല വലിയ വീട് കിട്ടിയിട്ടോ, നല്ല ഭർത്താവ് കിട്ടിയിട്ടോ, മക്കളെ കിട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. ഒരു സ്വസ്ഥത ആത്മാവിന് ഉണ്ടാവില്ല. ആത്മാവ് കൃഷ്ണന്റെ ആളാണ് അല്ലെ? അതിന് കൃഷ്ണനെ കിട്ടണം, എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോ അല്ലെ, ഒരു പ്രശ്നമില്ല. സാമ്പത്തിക പ്രശ്നം, ആർക്കും സാമ്പത്തിക പ്രശ്നമില്ലല്ലോ. ആരോഗ്യമൊക്കെ സുഖല്ലേ? മരണമില്ലല്ലോ, ഇല്ല. വയസ്സാവും ഇല്ല. അതിങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ട് വയസ്സാവാണ്ട് നടക്കണതാണ് അല്ലേ? ബ്ലാക്ക് പോവും, രക്ഷപ്പെടണം. മറ്റവർക്കത് മനസ്സിലായിട്ടില്ല. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ അല്ലെ? അപ്പൊ എട്ടപ്പം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ, ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? നല്ല നടപ്പ് നടക്കണം അല്ലെ? നല്ല നടപ്പ് പറഞ്ഞ എന്താ? ഈ മാനുവൽ ഉണ്ട് എങ്ങനെ ജയിലിൽ ജീവിക്കണം എന്ന്. അതുപോലെ നമുക്കൊരു മാനുവൽ ഉണ്ട്. എന്താണ്? ഭഗവത്ഗീത. ജാനേ പ്രയോസിമേ മന്മന, മനസ്സുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുക, എന്നെ ആരാധിക്കുക, എന്റെ ഭക്തനാവുക, എന്നെ നമസ്കരിക്കുക. ഇത് ഒരു സ്ഥലത്തും പറഞ്ഞില്ല, ഒരു ദേവനും പറയില്ല. കൃഷ്ണ ഭഗവാനാണ് അധികാരത്തോടെ പറഞ്ഞിരിക്കുന്നത് എന്നെ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ശ്രദ്ധിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം വിട്ടുകളയുന്നൊന്നല്ല. ഭക്തന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു, അവരൊന്നും വിട്ടില്ല. അവരെന്നെ ഇരട്ടി പണിയെടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. അവർക്ക് ഭക്തിയും കൊണ്ടുപോകണം, നാമവും ജപിക്കണം, ഭൗതിക ജീവിതം ഇങ്ങനെ റിലീസാവില്ല. നമ്മൾ വിചാരിച്ചോണ്ട് റിലീസാവില്ലേ? പാർവതി മാതാവിന് തോന്നണം ഇവര് റിലീസാക്കാനായിന്ന്. നമ്മൾ പറയാണ് ഞാൻ റെഡിയായിന്ന്. ഞങ്ങൾക്ക് തോന്നിയിട്ട് വല്ല കാര്യമുണ്ട്? അവർക്ക് തോന്നണ്ടേ ഞാൻ റെഡിയാണെന്ന് അല്ലേ? ജയിലർക്ക് തോന്നണ്ടേ? അവര് ടീച്ചറാണ്, ടീച്ചർക്ക് തോന്നണം കുട്ടി റെഡിയായിന്ന്, അല്ലെ പാസ്സാക്കുള്ളൂ. അമ്മ മാത്രമേ ഗതിയുള്ളൂ അല്ലെ? ഇതല്ലാണ്ട് ഒരു ഉപായമില്ല. നാത്ത പരതരോപായം, മറ്റൊരു ഉപായം. സർവ്വവേദേഷു ദൃശ്യത, ഒരു വേദങ്ങളിൽ വേറൊരു ഉപായം ഇല്ല എന്ന് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേദങ്ങളിൽ പറഞ്ഞ യുഗധർമ്മം ഇതാണ്. നമ്മൾ വേറെ ഒന്നിന്റെ പിന്നാലെ പോയിട്ട് ധർമ്മാവില്ല. പല കാര്യങ്ങളും നേടും, പക്ഷെ ധർമ്മം ചെയ്താലേ നമുക്ക് ഈഹ പരസുഖവും ഈഹ ലോകത്തിന് മുക്തിയും കിട്ടുള്ളൂ അല്ലെ? യഥാർത്ഥ ധർമ്മം എന്ന് വെച്ചാൽ കലിയുഗത്തിന്റെ ധർമ്മം ഹരിനാമ ജപാണ് അല്ലെ? അപ്പൊ ജപിക്കുക, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പറയണതാണ്. ഇതൊന്നും നടക്കണ കാര്യമില്ല എന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായി പരിശ്രമിച്ച ഭഗവാനെ കാണും, ഉറപ്പാണ്. അത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പറയണത്, വെറുതെ ഇങ്ങനെ പറയണതല്ല. നമുക്ക് അതിനുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നിങ്ങൾ അത് ആത്മാർത്ഥമുള്ള ദിവസം കാണും. ഈ വെറുതെ ഏറ്റവും ആദ്യം കൃഷ്ണനെ സ്നേഹിക്കുക,
പ്രശ്നം ഉണ്ടാവില്ല. കൂടുതൽ നമ്മൾ കൃഷ്ണനെ ഒഴിച്ച് ബാക്കി ആരെ സ്നേഹിച്ചോ അവരാണ് നമുക്ക് പണി തരിക. ശ്രദ്ധിച്ചോ? മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഫ്രണ്ടിനെ ഇഷ്ടമാണെങ്കിൽ കൃഷ്ണനെ പോലെ നല്ലൊരു ഫ്രണ്ട് വേറെ, അത് വേറൊരു വഴിക്കാണ്. എല്ലാ സ്ഥാനവും കൃഷ്ണന് മാത്രമേ കൊടുക്കാവൂ. രണ്ടാമത്തെ സ്ഥാനം നിങ്ങൾ ആർക്കു വേണ്ടി കൊടുത്തു. ഫസ്റ്റത്തെ സ്ഥാനം ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ആ ബന്ധം തകരും. ഏതാണോ നമ്മൾ ഏറ്റവും അധികം ആത്മാർത്ഥമായി കാണുന്നത് അല്ലേ, അത് വേറെ ആളുടെ കൺട്രോളിലാണ്, അത് വേറെ ആൾക്കാരുടെ കൺട്രോളിലാണ് അല്ലേ. ഭഗവാന്റെ കൺട്രോളിൽ നാമം ജപിക്കുന്നവരാണ്. നാമം ജപിച്ച് കൃഷ്ണ വിളിച്ചു തുടങ്ങിയാൽ ഭഗവാൻ എന്നെ ആരോ വിളിക്കണ്ടല്ലോ, ശ്രദ്ധിക്കാം. ഇനി ഇവരുടെ എല്ലാ സകല ജീവിതം മൂപ്പര് ശ്രദ്ധിക്കും. ഇനി എത്ര കണ്ട് നമ്മൾ കൃഷ്ണനോട് ഗോപിയമാരെ പോലുള്ള പ്രേമം നമുക്ക് വരണോ അത് വരെ നമ്മളെ ഇങ്ങനെ പരത്തി അടിച്ച് പരത്തി അതിലേക്ക് വരുത്തി ഭഗവാൻ കൊണ്ടുവരും. എന്തിനാ കൊണ്ടുവരുന്നത്? നമ്മുടെ നന്മയ്ക്കാണ് അല്ലേ. നമുക്ക് ഭഗവാൻ. അപ്പോൾ നന്ദഗോപുരം കണ്ടപ്പോൾ ഉണ്ണിനെ കെട്ടിയിട്ടിരിക്കണു. യശോദ ആരായി പണി ചെയ്ത്? യശോദ കരയാൻ തുടങ്ങി. ഉണ്ണി പറഞ്ഞു അമ്മ ചെയ്ത പണിയാണെന്ന് അല്ലേ. അപ്പോൾ അമ്മയ്ക്കും കിട്ടി ചീത്ത. യശോദ ദേവിയിലേക്ക് ചീത്ത പറഞ്ഞു നന്ദഗോപുരം. ഉണ്ണിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? തിരി കൊണ്ട് ആരതി ചെയ്തിട്ട് ഉഴിഞ്ഞു കളയും. ഇത് കണ്ടപ്പോൾ ഭഗവാന് ചിരിയും സന്തോഷവും ഒക്കെ വന്നില്ല. എന്താ വെച്ചാൽ ഞാനാണ് ഈ ചെന്ന ആൾക്കറിയാം, ഭയം എന്നെ കണ്ടാൽ പേടിക്കുന്ന ഭഗവാൻ അറിയാം. ഭഗവാന്റെ ഒരു പിരികെ കൂടി ചലിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ സംഹരിക്കാനുള്ള